തുപ്പാക്കി മൂന്നാൾ കയ്യിൽ തുപ്പാക്കി ഒരാൾ കയ്യിൽ മറ്റന്നാളിൽ ഇങ്ങനത്തെ ബുള്ളറ്റ് പോലെ കറ്റി ഇടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ആരും കണ്ടായിരുന്നു? സ്ത്രീകൾ ആരില്ല. അവർ വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല, അതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. അച്ഛൻറാ 5:30 ഉണ്ടാവും. ഒരു ടൈം നമ്മൾ ശരിക്കറിയാം. 5:30-6 മണി ഉണ്ടാവും. എന്താ അവർ മുദ്രാവാക്യം വിളിച്ചേ? മുദ്രാവാക്യം വിളിച്ചത് ഇവിടെ കറണ്ട് ഇട്ടിട്ടില്ല, ഇനി കുറേ കാര്യങ്ങളുണ്ട്, നിങ്ങൾ അത് കാര്യങ്ങളും ചെയ്ത് കൊടുക്കാതെ ആരും വോട്ട് ചെയ്യേണ്ട, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഞങ്ങൾ സഹായിക്കും. അപ്പോൾ കുറേ ചെക്കന്മാർ പറഞ്ഞു നീ തളപ്പിളാക്കുക, ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, ചോളയിൽ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇറങ്ങി തളപ്പിളാക്കുമെന്ന് പറഞ്ഞ് വിളിച്ച് അതൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവർ പോവുകയും ചെയ്തു. എത്ര പേരുണ്ടായിരുന്നു? 4. ആയുധങ്ങളുണ്ടോ? തുപ്പാക്കി മൂന്നാൾ കയ്യിൽ തുപ്പാക്കി ഒരാൾ കയ്യിൽ മറ്റന്നാളിൽ ഇങ്ങനത്തെ ബുള്ളറ്റ് പോലെ കറ്റി ഇടുപ്പിൽ വെച്ചിട്ടുണ്ട്. സ്ത്രീകൾ ആരും കണ്ടായിരുന്നു? സ്ത്രീകൾ ആരില്ല. കൈക്ക് സുഖമില്ലാത്ത ഒരാൾ? അയാളില്ല. ഒരു 6:15-6:30 മുതൽ ആ സമയത്ത് അവർ വന്നിട്ടുണ്ടായിരുന്നു. 4 അംഗ സംഘന്മാർ വന്നത്. മൊയ്തീനൊക്കെ ഉണ്ടായിരുന്നു. അവർ വന്ന് പിന്നെ കുറച്ച് മുദ്രാവാക്യം വിളിച്ചിട്ട് പിന്നെ വോട്ട് ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റലിൽ ശരിയാക്കുന്നില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര മുദ്രാവാക്യം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അവർ തിരിച്ച് പോവുകയും ചെയ്തു. അവരെത്ര പേരുണ്ടായിരുന്നു? 4 ആളുണ്ടായിരുന്നു. അവർ യൂണിഫോം ധാരികളായിരുന്നു? യൂണിഫോം ഉണ്ടായിരുന്നു, തോക്കുണ്ടായിരുന്നു. ഓക്കെ, എന്തൊക്കെയായിരുന്നു അവർ പ്രധാനമായിട്ട് പറഞ്ഞത്? അവർ വോട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ അവിടുത്തെ ഹോസ്പിറ്റൽസ് ശരിയാക്കിയില്ല, അതൊക്കെ ശരിയാക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറഞ്ഞത്. ഓക്കെ, എത്ര നേരം അവർ അവിടെ ചിലവഴിച്ചിരുന്നു? ഒരു 10-20 മിനിറ്റ്. ഓക്കെ.